ഹായ് കൂട്ടുകാരെ, പൊന്നൂസ് രുചിക്കുട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് 1 കിലോ പോട്ടി അതുകൊണ്ട് ഒരു ഫ്രൈ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചത്. നോക്കാം നമുക്ക്. അതായത് നമ്മൾ നന്നായി കഴുകി വാരി വെച്ചേക്ക പോട്ടി അത് നമ്മൾ കുക്കറിലോട്ട് ഇടുക. വേവാൻ ഇത്തിരി പാടാണ്, അതുകൊണ്ട് കുക്കറിൽ ഇടണം. പോത്തിന്റെ പോട്ടിയാണേ. നമ്മൾ അതിനകത്ത് ആവശ്യമായിട്ടുള്ളത് ഒരു 1.5 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി നമുക്ക് അതിനകത്ത് ഒരു 3/4 ടീസ്പൂൺ ഉപ്പിടാം. ഒരു ശകലം വെള്ളം കൊണ്ട് കുറച്ച് മതി. നന്നായി കൈ കൊണ്ട് ഇളക്കി ഇത് ലെവലായി. ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ച് അതിലോട്ട് വയ്ക്കും. വേവട്ടെ. അടപ്പ് വെച്ചോണ്ട് ഒരു 3-4 വിസിൽ അടിക്കുന്ന നമ്പർ നമുക്ക് വയ്ക്കാം. നമ്മുടെ പോട്ടി നല്ല അടിപൊളിയായിട്ട് വെന്ത് പറ്റി നല്ല അടിപൊളിയായിട്ട് നെയ്യായിട്ട് കിടക്കും. അടിപൊളിയായി. ഇനി അത് നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ടുള്ള തയ്യാറെടുക്കും. സോസ്പാൻ്റെ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിനകത്ത് കുറച്ച് എണ്ണ വയ്ക്കും. തേങ്ങ കൊട്ട്, കൊച്ചുള്ളി, സവാള, കൊച്ചുള്ളി കൂടെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു പച്ചമുളക്, അതിൻ്റെ കൂടെ നമ്മുടെ തക്കാളിപ്പഴം കൂടും. ഇതില്ലാത്ത പരിപാടി ഒന്നുമില്ല. നല്ല ടേസ്റ്റ്. ഫ്രൈക്കായാലും കറിക്കായാലും തക്കാളിപ്പഴം നമ്മൾ തേങ്ങ കൊത്ത് അങ്ങോട്ട് ഇടുക. മൂക്കട്ടെ. തേങ്ങ കൊത്ത് മൂത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇടുക. നല്ല മൂക്കണം. കൂട്ടിക്കാകുമ്പോൾ നല്ല മൂത്ത് വേണം. കറിവേപ്പില കൊണ്ട് കറിവേപ്പില ഇട്ട് എന്താണെന്ന് മൂന്ന്. അത് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, തേങ്ങ മൂത്തിട്ട് അതിൻ്റെ ഇട്ടാണ്. ഇല്ലെങ്കിൽ തേങ്ങ മൂത്തിട്ട് നന്നായി നോക്കണം. നല്ല മൂക്കണം. അല്ലെങ്കിൽ പച്ചച്ചവ്. വെളുത്തുള്ളി ഇഞ്ചി മൂത്തില്ലെങ്കിൽ പച്ചച്ചവ് നല്ല മൂക്കണം. കറിവേപ്പിലയും തേങ്ങയും അത് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായി ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ കളർ മൂക്കണം. ഇല്ലെങ്കിൽ പിന്നെ ചവയ്ക്കും. വെളുത്തുള്ളിയൊക്കെ വലിയ രുചിയില്ലാത്ത വെളുത്തുള്ളി. അരിഞ്ഞു വെച്ച സാധനം നമുക്ക് 1 സ്പൂണ് മഞ്ഞൾപ്പൊടി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാടാൻ വേണ്ടി. നമ്മൾ പോട്ടിക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇത് കുറച്ച് ഇടുന്നുള്ളൂ. നോക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കും. മാവ് കുഴച്ചത് അതിൻ്റെ പണി കൂടി ഇതിൻ്റെ കൂടെ നടന്നു. നല്ല ചൂട് പൊറോട്ടയും കൂട്ടിയും കൂടെ ആകുമ്പോൾ അടിപൊളി ടേസ്റ്റ്. കഴിക്കാൻ തന്നെ സൂപ്പറായിരിക്കും.
പൊറോട്ടയ്ക്കുള്ള ഉള്ളി അടുപ്പ് വാടാൻ പറ്റിയിട്ട് നമ്മൾ ഇത് എന്തെങ്കിലും ഒന്ന് വീശി പൊറോട്ട അടിക്കാൻ 2 കിലോ മാവ് കുഴച്ച് ഈ ഊട്ടിയുടെ ഉള്ളി നല്ല ഒന്ന് റെഡിയായി വന്നു. അതും ഇതും കൂടെ ഒരുപോലെ വന്നു. ഊട്ടി ചൂടോടെ അതിൻ്റെ കൂടെ പൊറോട്ടയും കൂടെ വെച്ച് പിടിയത് പിടിക്കുന്നു. അതിനെ നമ്മൾ ഇന്ന് തയ്യാറാക്കും. എന്ത് രുചിയായിരിക്കും അറിയാം. ആ ചൂട് പൊറോട്ടയുടെ മണ്ണിലോട്ട് ആ കൂട്ടി ഊരി അങ്ങോട്ട് വെച്ചിട്ട് പറയേണ്ടതല്ല, സൂപ്പറായിരിക്കും. നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ എല്ലുകറി വെച്ചായിരുന്നു. എല്ലുകറിയും ആ ചൂട് പൊറോട്ടയും കൂടെ അത് കഴിക്കാൻ ആരും കാണിച്ചില്ല. ഞാൻ നല്ല എല്ലുകറിയായിരുന്നു. ആ എല്ലുകറിയുടെ കൂടെ ആയിരുന്നു കഴിച്ചു. സൂപ്പറായിരുന്നു. അന്ന് ഇന്ന് ഇതുപോലെ ഇത് പൊറോട്ട കഴിച്ച് സൂപ്പർ ബോട്ടി ഉണ്ടായിരുന്നു. ബോട്ടിയുടെ കൂടെ ലിവറിന്റെ കൂടെ ഞങ്ങൾ ലിവർ റോസ്റ്റ് ഉണ്ടാക്കി ഒരു എപ്പിസോഡിൽ ഉണ്ടാക്കിയത്. അതിനകത്തൂടെ പാലപ്പമായിരുന്നു. ഒന്നും പറയണ്ട. പാലപ്പവും ലിവർ ഫ്രൈയും കൂടെ കിനുക്കാച്ചിയാണ്. നമ്മളെ ബോട്ടിക്ക് ഇച്ചിരി എരിവാണ്. അതുകൊണ്ട് ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി അങ്ങോട്ട് ചേർക്കും. ഗരം മസാല പൊടിച്ചത് 1 സ്പൂണും പിന്നെ ഒരു ശകലം കൂട്ടി. പിന്നെ നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ട കുരുമുളക് പൊടി ഓരോ ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മുടെ എന്നത്തെ പോലെ മണവും രുചിയും വരുന്ന ഒരു സാധനം ഉലുവപ്പൊടി, അത് കുറച്ച് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കും. ബോട്ടിയുടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. റെഡി ആയിട്ട് ചൂട് പൊറോട്ടയുടെ കൂടെ അങ്ങോട്ട് എടുത്ത് വെച്ച് എല്ലാരും വരണം. നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാന്ന് കൊണ്ടുവരാൻ ആർക്കൊക്കെ വരുന്നവർക്കെല്ലാം ഇന്ന് ഇത്രയും പൊറോട്ട. പോലെ ചെയ്യുന്ന പൊറോട്ട അടിപൊളി റിച്ചിന്റെ ഓട്ട് ചെയ്യുന്ന പൊറോട്ട കണ്ടുപിടിച്ചിട്ട് പോട്ടിയുടെ കോരി. ബോട്ടി ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് കഴിക്കാം. അടിപൊളി പൊറോട്ടയും ചൂട് പൊറോട്ട ഇങ്ങോട്ട് പിടിച്ച് നോക്കണം. ബോട്ടി കൊണ്ട് എടുത്തിട്ട് സൂപ്പറാ. തേങ്ങാ കൊത്തും ബോട്ടി എല്ലാം കൂടെ കൊണ്ട് വെച്ച് അടിപൊളി. കൂട്ടുകാരെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇതിന് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ വരുന്ന ബൈ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great. I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight.